ഹലോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചെറായി ബീച്ചിലേക്കുള്ള ഒരു യാത്രയിലാണ് കേട്ടോ. നമുക്ക് ചെറായി ബീച്ച് കാണിച്ചു തരാം. എറണാകുളം ജില്ലയിലെ പറവൂരിന് ശേഷമാണ് നമ്മുടെ ഈ ചെറായി ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് കായലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വൈബുള്ള ഏരിയയും കൂടെയാണ്. നമ്മുടെ യാത്രയിൽ നിന്ന് ഒരുപാട് ദിവസമായി യാത്ര വീഡിയോ ചെയ്തിട്ടല്ലേ, ഇപ്പം നമുക്ക് ഇന്നൊരു യാത്ര വീഡിയോ ആയി കളയാം. ആ പോകുന്ന വഴി തന്നെയാണ് നമ്മുടെ ഈ കായലുള്ളത് കേട്ടോ. നീണ്ട് വിശാലമായിട്ട് അങ്ങനെ പരന്ന് കിടക്കുന്ന കായൽ കണ്ടോ. ആ കായലിന് കുറുകെ ഈ പാലവും രണ്ട് സൈഡും കായലാണ് കേട്ടോ. അവിടെ എന്ന് പറയുമ്പോൾ ഈ കടലും കായലും കൂടെ ചേരുന്ന ഒരു സ്ഥലം കൂടെയാണ്. ഇത് കണ്ടോ, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എനിക്കിത് കാണുമ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ ഈ ട്രിവാൻഡ്രത്തുള്ള വെള്ളായണി കായലില്ലേ, അതുപോലെയൊക്കെ ഒരു ഇതുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ആ കായലിൻ്റെ നടുക്കൂടെയാണ് ഇതുപോലൊരു റോഡ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരിക്കലും അതല്ല, പക്ഷെ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് ഏകദേശം കടലും കായലും കൂടെ ചേരുന്ന ഒരു സ്ഥലമാണ്. നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമുണ്ട്. നിങ്ങൾക്ക് വന്ന് നോക്കണം ഈ സ്ഥലമൊക്കെ. പിന്നെ ഇവിടെ ഈ കായലിൻ്റെ ഫോട്ടോ എടുക്കാനും മറ്റേ വീഡിയോസ് ചെയ്യാനും അങ്ങനെ ഒരുപാട് ആൾക്കാർ. പിന്നെ നമ്മുടെ കായലിൽ മീൻ പിടിക്കുന്ന ചേട്ടന്മാരെ കണ്ടോ ഗായ്സ്. പിന്നെ നമ്മുടെ ഈ നെറ്റിന് എന്താ പറയണത് എനിക്ക് മറന്നു കേട്ടോ, അറിയില്ല. പിന്നെ ഈ പാലമൊക്കെ കയറി നേരെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. കാണാൻ നല്ല രസമല്ലേ, രണ്ട് സൈഡും കായലൊക്കെ. പിന്നെ ആ സൈഡ് കണ്ടോ, അവിടെ ഒരു ബോട്ട് കിടപ്പുണ്ട്. ആ ബോട്ടിൽ നിന്നിട്ട് നമുക്ക് സവാരി ചെയ്യാവുന്നതാണ്. സവാരി ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല വൈബുള്ളൊരു സൈഡും കൂടെയാണ് കേട്ടോ ഇവിടെയൊക്കെ. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ചെറായി ബീച്ചിലോട്ടാണ് ഗൈസ്. ഇതാണ് ആ ബീച്ച്. ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. പിന്നെ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ട്. ഇതുപോലെ ഇങ്ങനെ കുറേ ഷോപ്പുണ്ട് സൈഡിലൊക്കെ. ശരിക്കും പറയാനുണ്ടല്ലോ, ഈ സൈഡ് ആദ്യം നമ്മൾ റൂട്ട് അങ്ങോട്ട് പോയത് ജസ്റ്റ് അതുവഴിയല്ല കയറേണ്ടത്. പിന്നെ ഈ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പൈൻ മരങ്ങളുണ്ട് കേട്ടോ. ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ ഒരു തണൽ മരങ്ങളായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ചെറായി ബീച്ചിൻ്റെ എൻട്രി എന്ന് പറയുന്നത് കേട്ടോ. നല്ല ഒരു സ്റ്റേജ് പോലെയൊക്കെ കെട്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മേലിൽ കയറി വരുമ്പോഴത്തേക്ക് ഇതുപോലെ ചെറായി ബീച്ച് കാണാൻ പറ്റും. ഏയ്യോ, എന്ത് ഭംഗിയല്ലേ എൻ്റെ അമ്മോ. കുറേ നാളുകളായി കേട്ടോ ഞാൻ ഇങ്ങനെ ബീച്ചിലൊക്കെ പോയിട്ട്. കുറേ നാളുകൾ ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നല്ല വൈബ് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തന്നെ നമുക്ക് ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്. നമുക്ക് ബീച്ചിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഡ്രസ്സ് മേടിച്ചിട്ട് തന്നെ ബീച്ചിലിറങ്ങാം. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പിന്നെ ചെറിയ ചെറിയ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അധികമല്ല, എന്നാലും ചെറിയ ഹോട്ടലൊക്കെ ഉണ്ട് ആ സൈഡിൽ. മണ്ണത്തൂടെ നടന്നിട്ട് തന്നെ കുറേ നാളായി. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു സുഖമുണ്ട്. പക്ഷെ നല്ല വെയിലാണ്. നല്ല നട്ടുച്ച സമയത്താണ് ഞങ്ങളിവിടെ വന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലുമാണ്. പിന്നെ ഈ കടൽക്കാറ്റുള്ളത് കൊണ്ട് തന്നെ അത് അറിയുന്നുമില്ല. പിന്നെ കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ പൈൻ മരങ്ങൾ ഇങ്ങനെ നട്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ തണൽ നന്നായിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ബോട്ട് കണ്ടോ, മീൻ പിടിക്കാൻ കൊണ്ടുവന്നിട്ട്. പിന്നെ ചെറിയ ഇതുപോലുള്ള ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല ഒരു വൈബുള്ള ഏരിയ ഉണ്ട്. പിന്നെ അംബേദ്കർ ബീച്ചിലാണുള്ളത് കേട്ടോ. അംബേദ്കർ ബീച്ചിൽ പൈൻ മരങ്ങൾക്കിടയിൽ കാറ്റുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് എത്രത്തോളം കേൾക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. പൈൻ മരങ്ങൾക്കിടയിൽ കാറ്റുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അംബേദ്കർ ബീച്ചിലുള്ളതുകൊണ്ട് പൈനോട് ഇഷ്ടംപോലെ കായകളൊക്കെ ഉണ്ട് കേട്ടോ. അല്ല, ഞാൻ ഇഷ്ടംപോലെ കായകൾ വന്നിരിക്കുന്ന ടൈമാണ്. അതിൻ്റെ ഈ തണലത്ത് ഊഞ്ഞാലാടുകയാണ്. ഇങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ ഊഞ്ഞാലാടിക്കും. അപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ് ഗൈസ്. ബീച്ചിൻ്റെ സൈഡിലാണ്. നല്ല വൈബുള്ളൊരു ടൈമാണ് കേട്ടോ. നമുക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കളെ, ഇത് കണ്ടോ നിങ്ങൾ ആ നായ്ക്കുട്ടികളെ? എന്ത് ക്യൂട്ടായിട്ടുള്ള നായ്ക്കുട്ടിയാണെന്ന് അറിയാമോ? പക്ഷേ യവന്മാരെയാണ് കൊണ്ട് വീട്ടിലിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് കുരയ്ക്കുകയും കടിക്കുകയൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. ഈ തുറയിലെ പട്ടികളൊക്കെ നന്നായിട്ട് നല്ല ഉശിരുള്ള പട്ടികളെന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞു കേട്ടൊരു അറിവാണ്. അപ്പോൾ നല്ല അടിപൊളി നായ്ക്കുട്ടികളാണ് കേട്ടോ. നല്ല ആരോഗ്യമുള്ള നായ്ക്കുട്ടികളാണ്. ഇത് അവിടെ രണ്ടു മൂന്ന് കിടപ്പുണ്ട്. ഞാൻ അമ്മമാരെ സൂം ചെയ്തിട്ടുണ്ട് കാണാനായിട്ട്. ഇവിടെ കുറച്ച് മുന്നേ ഒരു ഭായി വന്നിരുന്നപ്പോഴത്തേക്ക് ആളുടെ അടുത്തോട്ടാണ് ഓടി വന്നിട്ട്. ആളുടെ അടുത്ത് ഓടി വന്നിട്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റി അവിടെ വന്ന് കിടക്കുകയായിരുന്നു. പിന്നെ ആൾ എനിക്ക് പോയപ്പോഴത്തേക്ക് അവിടെ വന്ന് നിൽക്കാനായിട്ട് ഊഞ്ഞാൽ കണ്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഊഞ്ഞാൽ വരെ ഇരുന്ന ആൾ നേരത്തെ പറഞ്ഞല്ലോ, കുറേ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. ഇരിക്കാനുള്ള സ്ഥലം ഇതുപോലെ തടി വെച്ച് കെട്ടിയിട്ടുണ്ട്. പൈൻ മരങ്ങൾ ഒരുപാട് നിൽക്കുന്നുണ്ട് തന്നെ.
ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനും കൊള്ളാം, തണലത്ത് വന്നിരിക്കുകയും ചെയ്യാം, ഒരു എൻ്റർടൈൻമെൻറ്റ് ആവുകയും കൂടെ ചെയ്യും. നിങ്ങളിത് കാണണം ഗൈസ്. ഇവിടെ വന്നിട്ട് കപ്പിൾസായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് കപ്പിൾസായിട്ടും അല്ലാതെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വൈബാണ് കേട്ടോ ഇവിടെ. കാരണം എന്ന് പറഞ്ഞാൽ ഈ പൈൻ മരങ്ങളുടെ ഈ ബീച്ചിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു തണലിൽ ഇങ്ങനെ ഒരു വൈബുള്ള ഏരിയയിൽ നിന്ന് ഇരിക്കുക എന്നുള്ളത്, കുറച്ച് ടൈമെങ്കിലും സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു നമ്മളെ മൈൻഡിനൊക്കെ ഭയങ്കര സ്ട്രെസ്സ് കുറയ്ക്കാനൊക്കെ ഭയങ്കര ഇതായിട്ടുള്ള കാര്യം കേട്ടോ. ഇതുപോലെ 1 2 അല്ല, അതുപോലെ 3 4 ഊഞ്ഞാൽ ഇവിടെ ഉണ്ട്. പിന്നെ വേറെ സ്ഥലത്ത് ഇതുപോലെ കെട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റ് നായ്ക്കുട്ടികളുടെ അമ്മ പട്ടിയാണെന്ന് അറിയത്തില്ല, ഒരെണ്ണം ഇവിടെ വന്നിരിപ്പുണ്ട്. പിന്നെ ദേ അവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട് കേട്ടോ. എല്ലാം കൂടെ കുറച്ച് ബഹളമായിരുന്നു കുറേ നേരമൊക്കെ വന്നിട്ട്. പിന്നെ ഞങ്ങളടുത്ത് വന്നിരിപ്പുണ്ടായിരുന്നു ഒരാൾ, അതിങ്ങനെ കുറേ നേരം വന്ന് നോക്കിയിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അവള് അവിടെ വന്നിരിപ്പുണ്ട്. കഴിഞ്ഞപ്പോഴും ദേ അതിൽ നിന്ന് ഒരുത്തൻ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ കാലിൻ്റെ അടുത്തോട്ടൊക്കെ ഇങ്ങനെ വന്നിരിപ്പുണ്ട്. എന്നിട്ട് അവനിങ്ങനെ എന്ന് വെച്ചാൽ അതിനടുത്ത് ഇങ്ങനെ കാലിലിങ്ങനെ തൊട്ടങ്ങനെ ഇരിക്കുന്നത്, അതിനുള്ള ശ്രമമുണ്ട്. ഞാൻ കാലൊക്കെ മാറ്റി മാറ്റി ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവൻ്റെ അടുത്ത് കുറച്ച് നേരം ഇങ്ങനെ നിന്നതിന് ശേഷം പിന്നെ ഗായ്സ് എനിക്ക് പോകാനുള്ള ടൈമായി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എപ്പോഴും എനിക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.